നമസ്കാരം. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം. എന്തുകൊണ്ടാണ് CPM ചിലരെയൊക്കെ അരിഞ്ഞിടുന്നത്, ചിലരെയൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാവും. ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്ത് വാഴ വെച്ചവർ, മട്ടന്നൂരിൽ ബസ് കത്തിച്ച് 4 നിരപരാധികളെ ചുട്ടുകൊന്നവർ, MV രാഘവനോടുള്ള വിരോധത്തിന്റെ പേരിൽ പറശ്ശിനിക്കടവിലെ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിന് തീയിട്ടവർ, വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലിന് ശവകുടീരം ഒരുക്കിയവർ, മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ചവർ, എല്ലാത്തിലുമുപരി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ കാർ ആക്രമിച്ച് സാറിനെ മുറിവേൽപ്പിച്ചവർ, ആ പാർട്ടിയുടെ സമരത്തിന്റെ ധാർമ്മികതയെ പറ്റിയുള്ള ട്യൂഷൻ ഒന്നും യൂത്ത് കോൺഗ്രസിന് വേണമെന്ന് എന്ന് കരുതുന്നില്ല. അങ്ങനെയൊക്കെ വിരട്ടിയാലൊക്കെ പേടിക്കാൻ വിജയൻ ഫാൻസ് അസോസിയേഷൻ അല്ലല്ലോ യൂത്ത് കോൺഗ്രസ്. ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കാൻ വന്ന ആൾ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചപ്പോഴും, ചികിത്സാ പിഴവ് ഒന്നുകൊണ്ട് മാത്രം നിരവധി ആളുകൾ മരിച്ചപ്പോഴും, കൈ ഒടിഞ്ഞു വന്ന കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റിയപ്പോഴും, വയറ്റിൽ കത്രിക മറന്നുവെച്ച് തുന്നലിട്ടപ്പോഴും ഒന്നും പൊള്ളാത്തവർക്ക് ഇപ്പോൾ പൊള്ളുന്നത് വിജയനിസം കൊണ്ടാണ്. ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ച് റീത്ത് കാണുമ്പോൾ ധാർമ്മിക രോഷം തോന്നിയ സാംസ്കാരിക അടിമകൾക്ക് ആരോഗ്യമന്ത്രിയുടെ പിടിപ്പുകേട് കൊണ്ട് കൊല്ലപ്പെടുന്ന നൂറുകണക്കിന് മനുഷ്യരുടെ നെഞ്ചിൽ വെച്ച് റീത്ത് കാണാൻ പറ്റാത്തത് ഒരു വല്ലാത്ത രാഷ്ട്രീയ തിമിരമാണ്. ആ തിമിരം മാറാൻ AKG സെന്ററിലെ ക്യാപ്സ്യൂൾ മതിയാകില്ല. ഇതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിനെ കൈകാര്യം ചെയ്യുമെന്നോ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പൊതുയുഗ യാത്രയെ തടയുമെന്നോ ഒക്കെ കേട്ട് പേടിച്ചില്ല എന്ന് പറഞ്ഞേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തുകൊണ്ടാണ് എതിർക്കുന്നത് എന്ന് മനസ്സിലായില്ലേ? കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിൽ എടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് വിളിച്ചു പറയാൻ, മുഖത്ത് നോക്കി അടച്ചു തന്നെ പറയാൻ കഴിവുള്ള, അല്ലെങ്കിൽ അത് സാധിക്കുന്ന, ചെയ്യുന്ന അപൂർവം ചില ജനുസുകളെ ഉള്ളൂ. അതിന്റെ ഏറ്റവും മുകളിൽ നിർത്തും, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും മുകളിൽ നിൽക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യം നമുക്ക് നോക്കാം. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്ത് വാഴ വെച്ചവർ എന്തിനായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. അതിനുശേഷം മട്ടന്നൂര് ബസ് കത്തിച്ച് 4 പേരെ ചുട്ടുകൊന്നവർ, ആ കഥയും അധികം ആരും മറന്നിട്ടില്ല. പിന്നെ പറശ്ശിനിക്കടവില് പാമ്പ് വളർത്തൽ കേന്ദ്രത്തിനെ കത്തിച്ച്, അറിയാമല്ലോ, വലിയ വാർത്തയായിരുന്നു അത്. അതായത് ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ മറ്റ് ജീവനുകളെ, ജീവിതത്തെ, സഹപ്രവർത്തകരെ അല്ലെങ്കിൽ സഹജീവികളെ കൊന്നൊടുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവരെ നശിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരോട് പ്രതികാരം ചെയ്തുകൊണ്ട് തനിക്ക് നേരിടാൻ കഴിയാത്ത ആളോട് പ്രതികാരം തീർക്കുന്ന രീതി CPM ആദ്യമായിട്ടല്ല എടുക്കുന്നത്. തങ്ങൾക്ക് എതിർത്ത് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് കണ്ടാൽ പിന്നെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് ലോകത്തൊരു മനുഷ്യനും ചെയ്യാത്ത നെറുകെട്ട കളികളാണ് പിന്നെ കളിക്കുക. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ കാറ് ആക്രമിച്ചിട്ട് അദ്ദേഹത്തെ പരിക്കേൽപ്പിച്ചത്. എന്നിട്ട് എന്തൊക്കെയാണോ അവിടെ സംസാരിച്ചത് നമുക്കറിയാം. അന്ന് ഉമ്മൻചാണ്ടി എടുത്തിരുന്ന നിലപാടും അറിയാം. അന്ന് CPMന്റെ പ്രവർത്തകരുണ്ട്, അവരെ വിളിച്ചു പറഞ്ഞത്, ഇവിടെ പ്രവർത്തകരെ അരിശം കൊണ്ട് നിൽക്കുകയാണ്, തൽക്കാലം നിങ്ങൾ ഒന്ന് കൈകാര്യം ചെയ്യുക, എനിക്ക് പിടിച്ചാൽ കിട്ടൂല എന്നാണ്. അന്ന് CPM നേതാക്കളെ രക്ഷപ്പെടുത്തിയത് ഉമ്മൻചാണ്ടിയാണ്. താൻ ആക്രമിക്കപ്പെട്ടപ്പോഴും ആ അക്രമത്തിന്റെ ഭാഗമായി പിന്നീട് ഒരു ചോര അവിടെ പൊടിയരുത് എന്ന് ചിന്തിച്ച ഉമ്മൻചാണ്ടി എന്ന കോൺഗ്രസ്സുകാരൻ അവിടെ കിടക്കുന്നു. ആരെ തല്ലിയാലും വേണ്ടില്ല, ആരെ കൊന്നാലും വേണ്ടില്ല, മാഷാള്ള സ്റ്റിക്കർ ഇറക്കിയാലും എന്തിറക്കിയാലും തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ അരിഞ്ഞു തള്ളിക്കൊണ്ട് ചോരയിൽ പൊങ്ങിയവരാണ് നമ്മൾ. അതുകൊണ്ട് ചോരച്ചാലുകൾ നീട്ടി ഒഴുക്കി തന്നെ നമ്മൾ പ്രതികാരം ചെയ്യും, അവരെ കൊതുക്കും എന്ന് പറയുന്ന CPM അവിടെ കിടക്കുന്നു. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും ആ CPM വിരട്ടിയാൽ ആ വിരട്ട് കേൾക്കാൻ വിജയൻ ഫാൻസ് അസോസിയേഷൻ അല്ല താൻ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തില് വിളിച്ചു പറയുന്നത്. TPയെ 51 വെട്ടിയാണ് ഇല്ലാതാക്കിയത്. തങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന നാവുകളെ മുഴുവൻ ഇല്ലാതാക്കുന്നത് അങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് പക്ഷേ 51 വെട്ടിന്റെ ആവശ്യം വന്നില്ല. ഈ കാലഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വീണ് കൈയൊടിഞ്ഞ് പ്ലാസ്റ്റർ ചെയ്യാമെന്ന ഒരു കുട്ടിയുടെ കൈ തന്നെ മുറിച്ചു മാറ്റിയ ആരോഗ്യ സംവിധാനമാണ് ഇവിടെ. കഴിഞ്ഞ മണിക്കൂറുകളിലാണ് മറ്റൊരു സർജറി നടന്നത്. ഒരു ചെറിയ സ്പാനർ എന്ന് പപ്പു ഏതോ സിനിമയിൽ പറയുന്നത് പോലെ അതൊരു ചെറിയ സാധനമായിരുന്നു എന്ന് പറയുന്ന ഒരു സംഭവമേ അല്ല എന്ന് പറഞ്ഞ ഒരു നെടുങ്കൻ, ഏതാണ്ട് 10-15 സെന്റിമീറ്റർ നീളമുള്ള വലിയ ഒരു കത്രിക, ഒരു പാവം സാധു സ്ത്രീയുടെ വയറിനെ കഴിഞ്ഞ 5 വർഷമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന, ശരീരത്തെ ചോര പുറത്തേക്ക് ഒഴുക്കിക്കൊണ്ടിരുന്ന, വേദന കൊണ്ട് അങ്ങേയറ്റം ജീവൻ മരണ പോരാട്ടം നടത്തിക്കൊണ്ടിരുന്ന ആ പാവം സ്ത്രീയുടെ വയറ്റിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ ഇവിടുത്തെ ആരോഗ്യവകുപ്പിന്റെ മുന്നിൽ കൊണ്ട് റീത്ത് വെക്കല്ലാതെ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയാ പ്രതിഷേധിക്കേണ്ടത്? നമ്പർ 1 ആരോഗ്യ കേരളം എന്നാ പറയുന്നത്.
ആ ആരോഗ്യ കേരളത്തിലെ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ആ പദവിയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലും വീട്ടിലും അല്ലെങ്കിൽ അവരുടെ AKG സെന്ററിലും ഒക്കെ തന്നെയല്ലേ കൊണ്ടു ചെന്ന് റീത്ത് വെക്കേണ്ടത്. അതിന് കുരുപൊട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ചികിത്സാപ്പഴവ് കൊണ്ടും പിടിപ്പുകേട് കൊണ്ടും കൊല്ലപ്പെടുന്ന നൂറുകണക്കിന് പേരുടെ ജീവനും അവരുടെ നെഞ്ചത്ത് വെക്കുന്ന റീത്തും ഉണ്ടല്ലോ. അതിനോളം പ്രതിഷേധാത്മകമൊന്നും അല്ല ഇവിടെ ആരോഗ്യമന്ത്രിയുടെ വീടിനും അവരുടെ ഓഫീസിനും മുന്നിൽ വെക്കുന്ന റീത്തുകൾ. ജനങ്ങൾക്ക് ഇങ്ങനെ പ്രതിഷേധിക്കാൻ പറ്റൂ. അല്ലാതെ TPയെ വെട്ടിക്കൊന്നതുപോലെ ഇവിടെ ആരോഗ്യമന്ത്രിയെയോ CPM നേതാക്കളെയോ വെട്ടിക്കൊല്ലാൻ യൂത്ത് കോൺഗ്രസ്സുകാർ അത്തരത്തിലുള്ള ഗുണ്ടകളൊന്നും അല്ലല്ലോ. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും, ഈ രീതിയിലൊക്കെ പ്രതികരിക്കും. അത് വിളിച്ചു പറയാൻ ശേഷിയുള്ള നേതാക്കന്മാരിൽ അല്ലെങ്കിൽ യുവാക്കളിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം എന്നതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, ആ വേലയൊന്നും ഇങ്ങോട്ട് ഇറക്കേണ്ട വിജയ എന്ന് നെഞ്ചുയർത്തി പറയുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കും. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ആ പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഇതിനെയൊക്കെ കവച്ചു വെക്കാൻ വേണ്ടി, മറിച്ചിടാൻ വേണ്ടി AKG സെന്ററിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്ന ക്യാപ്സ്യൂളുകൾ, അതിനുവേണ്ടി ഇറക്കുന്ന സൈബർ ഗുണ്ടകൾ അവരൊന്നും മതിയാവില്ല എന്നും ഈ സർക്കാരിന്റെ 10 വർഷത്തെ ഭരണനേട്ടത്തെ തുറന്നു കാണിച്ചുകൊണ്ട് നടക്കുന്ന VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര, ആ യാത്രയെ തടയുമെന്നോ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുമൊക്കെ പറയുന്നത് കേട്ടു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ വിരട്ട് കണ്ട് നമ്മുടെ സഖാവ് പറഞ്ഞ പോലെ വിരട്ടലും വിലപേശലുമൊന്നും ഇങ്ങോട്ട് വേണ്ട. ഊരിപ്പിടിച്ച വാളിന്റെയും അതുപോലെ ഇതിന്റെയൊക്കെ പിന്നാലെ അല്ലെങ്കിൽ അതിന്റെ മുന്നിലൂടെ നടന്ന് വന്നിട്ടുള്ളതാണ് നമ്മളെന്ന് പറഞ്ഞില്ലേ. ഇവിടെ ഊരിപ്പിടിച്ച വാളും മറ്റൊന്നുമല്ല, പക്ഷെ വിരട്ട് ഇങ്ങോട്ട് വേണ്ട. അതേ വിരട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട, പേടിച്ചില്ല എന്നൊന്ന് പറഞ്ഞേക്ക്. പുതുയുഗ യാത്ര അങ്ങനെ തന്നെ നടക്കുമെന്ന്. Different angles. Don't forget to subscribe and support this channel.